2026 വിഷു വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മൾ തലേ ദിവസം തന്നെ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 4:30 എണീറ്റ് കണി കണ്ടു. അങ്ങനെ കണി കണ്ടുകൊണ്ടാണ് നമ്മുടെ വിഷുവിൻ്റെ തുടക്കം. കണിക്കുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് രാവിലെ എണീറ്റിട്ട് അമ്മ വിളക്കെത്തിച്ചു. ഞങ്ങൾ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് കാണിച്ചു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ യൂഷ്വലി ഫസ്റ്റ് ഉണ്ണിക്കണ്ണൻ വേണം. എൻ്റെ അടുത്തൊരു ഉരുളിയിൽ നമ്മളൊരു പുതിയ കോടിമുണ്ട്, കണിവെള്ളരി, തിരുവുടയാട, വാൽക്കണ്ണാടി, ഗോൾഡ്, പൈസ, ധാന്യങ്ങൾ, കുങ്കുമച്ചെപ്പ്, പിന്നെ കിണ്ടിയിൽ വെള്ളം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് ഉണ്ണിയപ്പോൾ ഒരു കാപ്പിയൊക്കെ കഴിച്ച് നമ്മളുടെ കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിച്ചു. പിന്നെ ഉച്ചക്കത്തെ സദ്യേൻ്റെ തിരക്കായിരുന്നു. പിന്നെ ഇതാ സദ്യയ്ക്ക് വേണ്ടി പാർവതി നിലത്താണ് ഇരിക്കുന്നത്. അവൾ ഓരോന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഒരുപാടൊന്നും കഴിച്ചില്ല കേട്ടോ, എല്ലാം ഒന്ന് തൊട്ട് നോക്കിയിട്ടൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാവരും വലിയ ആൾക്കാരെല്ലാവരും ഇരുന്ന് സദ്യ കഴിച്ചു. സദ്യക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ശർക്കരപ്പേരി, വറുത്തുപ്പേരി, അച്ചാർ, കൂട്ടുകറി, ഓലൻ, പുളി, അവിയൽ, പച്ചടി, സാമ്പാർ, രസം, മോര്, 2 ചെറുപയർ പരിപ്പ് പായസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാലടപ്രഥമനും ഉണ്ടായിരുന്നു. അടിപൊളി സദ്യയായിരുന്നു. സദ്യ കഴിച്ചാൽ പിന്നെ നല്ല ക്ഷീണമായിരിക്കും. കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഈ സദ്യ കഴിഞ്ഞിട്ടൊരു പടക്കം പൊട്ടിക്കലുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ തുടങ്ങണമല്ലോ രാത്രിയിലെ മാമാങ്കം. രണ്ടായിരത്തിൻ്റെ പടക്കമാണ് ആ പൊട്ടിയത്. പിന്നെ നമ്മുടെ സ്ഥിരം ക്രാക്കേഴ്സും ഫയർ വർക്ക്സും ഒക്കെ തുടങ്ങി. ഇതൊരു റോക്കറ്റ് പോലത്തെ ഒരു സാധനമാണ്. അത് എത്രയായിട്ടും കറക്റ്റൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ എങ്ങോട്ടൊക്കെയോ വിട്ടു. തെങ്ങിൻ്റെ മുകളിലും അവിടെ ഉണ്ടായിരുന്ന മുളയേൻ്റെ ഉള്ളിലേക്കും ഇവിടേക്കൊക്കെയോ പോയി. ഈ ഐറ്റം അടിപൊളിയായിരുന്നു കേട്ടോ. ജോളി ബോബിനോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ പേരാണ് പീക്കോക്ക്. ഇതും പൊളിയാണ്. ഇതൊരു വിസിലടിക്കുന്ന പോലത്തെ സൗണ്ട് ഉണ്ടാവും. ഒരു ഇതിൽ 4 കൂടെ ഒരുമിച്ച് കണ്ടിച്ചാൽ എന്നുള്ളൊരു സൗണ്ടാണ്. എല്ലാരും കത്തി തീർന്നു പോയി. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി. അവിടെ മക്കൾ അവരെ സന്തോഷം കാണാൻ വേറെ രസമാണ്.
ബാബേ ഞാൻ ഒരു കാണാൻ പോകുന്ന പോലെ ഹലോ സാബേ മൂന്നും കൂടെ കത്തിട്ടുണ്ടോ അയ്യോ എന്താ രസം അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ പൊളിച്ചു ആവശ്യത്തിന് വിഷു കൈനീട്ടവും കിട്ടി മക്കളെ കൂടെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തു അടിപൊളിയായിരുന്നു ഹാപ്പി വിഷു